അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വദബൻ കാമില റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ബഹുമാനമുള്ള ഫിഖ് മസ്അല ക്ലാസ് റൂം സുആൽ ജവാബ് ഉലാറ ഹിദായ കൂട്ടായ്മ ഇസ്ലാമിക് സെന്റർ ഖുർആൻ ഹദീസ് പഠനവേദി സുആൽ ജവാബ് ലേഡീസ് ഗ്രൂപ്പ് എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നലെ നാം പറഞ്ഞു വുളു ഒക്കെ ചെയ്തു, അതിനുശേഷം നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന രീതി, അപ്പോൾ ചെല്ലേണ്ടുന്ന ദിക്ർ ഏകദേശം ചെറിയ തോതിൽ നാം മനസ്സിലാക്കി. അങ്ങനെ സുബഹിയുടെ ബാങ്ക് വിളിച്ചു. സുബഹിയുടെ ബാങ്ക് കേട്ടതിന് ശേഷം നാം അടുത്തുള്ള പള്ളിയിലേക്ക് പോവുകയാണ്. പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ വസ്സുബ്ഹി ഇദാ തനഫസ്, ആ പ്രഭാതത്തിൻ്റെ ആ ശോഭ വിടർന്നു കഴിഞ്ഞപ്പോൾ നാം ആ അനുഗ്രഹത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ എന്നെ ഉറക്കമാകുന്ന രണ്ടാം കിട മരണത്തിൽ നിന്നും എന്നെ ഉണർത്തിയ റബ്ബിനെ സ്തുതി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് നാം നടന്നു നീങ്ങുകയാണ്. യഥാർത്ഥത്തിൽ പള്ളിയിലേക്കുള്ള പോക്ക് നമുക്ക് ഏറ്റവും ഉത്തമം എങ്ങനെ തന്നെ നടന്നു പോവലാണ്. ഇന്ന് വാഹനമുണ്ടാവും, ബൈക്കുണ്ടാവും, അതല്ലെങ്കിൽ കാറ്, എന്തെങ്കിലും ഒന്നുണ്ടാവാതിരിക്കില്ല. പക്ഷേ അതിലും ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി എന്തു തന്നെയാണ്? നടന്നു പോവലാണ്. ഓരോ ചവിട്ടടിക്കും അവിടെ പ്രതിഫലം എഴുതി വെച്ചിരിക്കുകയാണ് നമുക്ക്. അത് മനസ്സിലെ ഒരു നിയ്യത്ത് മാത്രം മതി. അങ്ങനെയാണ്. മാത്രവുമല്ല, സുബഹിക്ക് എഴുന്നേറ്റു, ശരീരത്തിന് വുളു ചെയ്ത് ആ ഉന്മേഷമൊക്കെ ഉണ്ടാക്കി ഒന്നങ്ങ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആ രക്തത്തിൻ്റെ ചലനങ്ങളൊക്കെ, അതിൻ്റെ സർക്കുലേഷനൊക്കെ ഒന്ന് ഉഷാറായിട്ട്, ഒന്ന് വേഗത്തിലായിട്ട്, ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ട്, അങ്ങനെയാണല്ലോ ഒരു വാഹനത്തിൽ കയറിയാൽ നമ്മൾ ആദ്യം ഒന്ന് റേസാക്കും അല്ലേ? എന്നിട്ടാണല്ലോ വണ്ടി പിന്നെ ആക്സിലേറ്റർ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ വിഷയം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ആ ഒരു നടത്തം എന്ന് പറഞ്ഞത് ഒരു റിയാദയാണ്, ഒരു എക്സസൈസും കൂടിയാണല്ലോ. അത് നമുക്കതിൽ നിന്ന് അപ്പോൾ നേടിയെടുക്കാൻ കഴിയുന്നു. ഇതൊന്നും പൊഴിവാക്കിൻ്റെ ഭാഗമല്ല. പ്രവാചക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹദീസിലൂടെ ഇക്കാര്യം വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു എക്സസൈസ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ഈ പള്ളിയിലേക്കുള്ള നടത്തം തന്നെയാണ്. വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് 5 നേരം നടക്കുന്നു എങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യവും ദൃഢഗാത്രവും കിട്ടുകയാണ്. മറ്റൊന്ന്, പള്ളിയിലേക്ക് പോകുന്നത് എന്താണ്? അവിടെ സ്ഫുടമായിട്ടുള്ള മനസ്സ് നിറയെ ഐക്യത്തിൻ്റെ സ്വരം നാം കാണിക്കുകയാണ്. നമ്മുടെ കെട്ടുറപ്പ് വിഭാഗീയത ഇല്ലാതെ ആക്കുകയാണ്. ഈ സുബഹിക്ക് ഇങ്ങനെ എഴുന്നേൽക്കുകയും ഈ പറയപ്പെട്ട അദ്കാറുകളും ദിക്റുകളും ഒക്കെ ചൊല്ലുകയും ഉരവിടുകയും ഒക്കെ ചെയ്തിട്ട് മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നാം അവിടെ ഊഹിക്കുന്നത്, ഞങ്ങൾ കുറെ ആളുകൾ ഒരു പള്ളിയിൽ കൂടി, മറ്റുള്ളവർ വേറെ പള്ളിയിൽ കൂടി, ഇങ്ങനെയുള്ള വിഭാഗീയതയുള്ള മനസ്സ് അല്ല വേണ്ടത്. ആ ഒരു ചിന്താഗതി വരുമ്പോൾ അത് നമ്മുടെ നിഫാഖിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. മറിച്ച് ഈ പോക്ക് ഇതിലേക്കാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം, ആ സ്നേഹം, പണമുള്ളവരും പണമില്ലാത്തവരും കൂലിപ്പണിക്ക് പോകുന്നവനും അല്ലാത്തവനും ഒക്കെയും ഒരുമിച്ചിരുന്നു കൊണ്ട് ആ പള്ളിയിലേക്ക് പോകുന്നു. ഇമാമിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് അവർ നിസ്കരിക്കുന്നു. ആ നിസ്കാരം ഒരു ഇൽഫത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു മമതയുടെ, ഒരു ഐക്യത്തിൻ്റെ ഭാഗം നമുക്ക് തരികയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്നു, പള്ളിയിൽ എത്തുന്നു. അങ്ങനെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നാം ഇടത്തുകാല് വെച്ചു. പള്ളിയിലേക്ക് എത്തുന്ന സമയത്ത് പള്ളിയുടെ വാതിൽ തുറന്നിട്ടുണ്ട്. പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എന്താണ് പറയേണ്ടത്? ആ പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വസഹ്ബിഹി വസല്ലം. നോക്കൂ, പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും നമ്മുടെ നാക്കിൽ നിന്നും ഉരവിടേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിലുള്ള സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. മാത്രമല്ല സലാമും പറയണം. സലാമു അലൈക യാ റസൂലല്ലാഹ്,
അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഒരൊറ്റ സലാമെങ്കിലും പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. നോക്ക്, ആ പ്രിയപ്പെട്ട പ്രവാചകനെ നെഞ്ചിലേറ്റുകയാണ്. ആ പ്രഭാതം പൊട്ടിവിടറുന്ന സമയത്ത്, പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കേണ്ടുന്ന സ്നേഹത്തിന്റെ ഉടമ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത് വർഷിപ്പിക്കുകയാണ്. പ്രഭാതത്തിൽ തുടക്കത്തിൽ തന്നെ പ്രവാചകനോട് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുന്ന മണിക്കൂറുകള്, സെക്കൻഡുകള്, അതുപോലെ തന്നെ അതിൻ്റെ താഴേക്കുള്ള ആനുകൾ, അനിഫുകൾ മുഴുവനും ആ പ്രവാചക സ്നേഹത്തിലും ഇഷ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ പ്രവാചകൻ കൽപ്പിച്ചു തന്ന സുന്നത്തുകളെ മുറാഅത്ത് ചെയ്യാൻ കഴിയുന്നു. മനസ്സ് ശുദ്ധമാകുന്നു, കിബറുകൾ പോകുന്നു, ഹസദുകൾ പോകുന്നു, കുശുമ്പ് പോകുന്നു, വാശി പോകുന്നു, തർക്കമില്ല, കുഴപ്പമില്ല, അവിടെയും ഇവിടെയും സംഘട്ടനങ്ങളില്ല. കാരണം ആ ഐക്യത്തിന്റെ സ്വരം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നാം പോകുന്നത്. ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ളിക്കകത്ത് മലായിക്കത്തുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരിക്കുന്നുണ്ടാവും. നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പറയണ്ട, എന്നാലും പതുക്കെ പറയാം, മലായിക്കത്തിനാണ്. എന്നിട്ട് ചൊല്ലുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വസ്വഹബിഹി വസല്ലം. പിന്നെ പറയുന്നത് എന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി. പടച്ചവനെ, ഇന്നലെ രാവിലെ നേരം പുലർന്ന് രാത്രിയാകുന്നത് വരെ പല ജോലികളും ചെയ്തിട്ടുണ്ട്, പല കളവുകളും പറഞ്ഞിട്ടുണ്ടാവാം, പലവരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം, പല മോശങ്ങളും വന്നിട്ടുണ്ടാവാം. അങ്ങനെ രാത്രി കിടന്നു, എന്നിട്ടും രാത്രി കിടന്നുറങ്ങുവാൻ എനിക്ക് സൗകര്യം ചെയ്തു തന്ന റബ്ബേ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല നിലക്കുറങ്ങിയിട്ടുണ്ട്. ആ ഉറങ്ങി എണീക്കാനുള്ള സൗകര്യം ചെയ്യുന്ന റബ്ബത്ര അനുഗ്രഹവാനാണ്. അതുകൊണ്ട് റബ്ബേ, നിന്നിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ചോദിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി. എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ നാഥ. വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, വഫ്തഹ് ലീ, എനിക്ക് നീ തുറന്നുകൊണ്ട, അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ എനിക്ക് തുറന്നുകൊണ്ട, വസഖിൽ ലനാ അബ്വാബ റിസ്ഖിക്, ഞങ്ങൾക്ക് നിന്റെ റിസ്ഖിന്റെ, അതായത് ഇൽമാകുന്ന റിസ്ക്, ഭക്ഷണമാകുന്ന റിസ്ക്, ജോലിയാകുന്ന റിസ്ക്, ആ റിസ്കിന്റെ ഭക്ഷണത്തിന്റെ വാതിലിനെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കിക്കൊണ്ട റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് കയറുന്നത്. അങ്ങനെ പള്ളിയിൽ കയറുന്നു. പള്ളിയിൽ കയറിക്കഴിഞ്ഞാൽ നമുക്കറിയാം, തഹയ്യത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നു. പള്ളിയെ ബഹുമാനിച്ചുകൊണ്ടുള്ള 2 റക്അത്ത്, ആ പള്ളിയോടുള്ള ആദര സൂചകമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഇത് എപ്പോഴും നിസ്കരിക്കാം. ആ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം സുബ്ഹയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിലേക്ക് നാം ഒരുങ്ങണം. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് വളരെ പ്രത്യേകതയുള്ളതാണ്. എത്രത്തോളം തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഈ 2 റക്അത്ത് തഹജ്ജുദിന്റെ സ്ഥാനം വരെ അലങ്കരിക്കുമെന്നാണ് ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് തന്നിട്ടുള്ള പാഠം. ചിന്തിക്കണം. അപ്പോൾ സുബ്ഹയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുക. ഇത് സഹോദരിമാർക്കും ചെയ്യാൻ കഴിയും. എഴുന്നേറ്റ പാട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. സുബഹയുടെ മുമ്പുള്ള 2 റക്അത്ത്, അതായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 റക്അത്ത് വളരെ ഖഫീഫായി, വളരെ ലഘുവായി പെട്ടെന്ന് നിസ്കരിച്ചിരുന്നു എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അതും സുബഹയുടെ മുമ്പ് 4 റക്അത്തോ 6 റക്അത്തോ ഇല്ല, ആകെ 2 റക്അത്താണ് ഉള്ളത്. ആ 2 റക്അത്ത് കൃത്യമായി, വൃത്തിയായി, ശുദ്ധതയോടുകൂടെ മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് നിസ്കരിക്കുക. ആ നിസ്കാരത്തില് ഫാത്തിഹ സൂറ ഓതിയതിന് ശേഷം സൂറത്തു അലം നശ്റഹ് ലക സ്വദ്റക് എന്ന സൂറ ഓതുക. എന്തിനാണ് ഇത് ഓതുന്നത്? കുട്ടികൾക്ക് വിജ്ഞാനത്തിൽ പിന്നോട്ടുണ്ടെങ്കിൽ നമ്മുടെ അരുമ സന്താനങ്ങളോട് പറഞ്ഞുകൊണ്ട് ശീലിപ്പിക്കുക. അവർക്ക് മനസ്സ് ക്ലിയറാവും, അൽമഅയും ദക്കിയുമായി വളരാൻ കഴിയും. മനുഷ്യന്റെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അസൂയ എന്ന രോഗം,
ഖിബറി എന്ന രോഗം, റിയാ എന്ന രോഗം, സുമഅത്ത് എന്ന രോഗം, ഹഖദ് എന്ന രോഗം, ഇതൊക്കെ അങ്ങോട്ട് പോകും. പോര്, വാശി, കുശുമ്പ്, അതുപോലെ തന്നെ ലോകമാന്യം, ഞാനാണ് എന്തിനു മുന്നിൽ, ഞാനാണ് വലുത് എന്നൊക്കെ തോന്നുന്ന ആ തോന്നലുകളൊക്കെയും എടുത്തു കളയാൻ പറ്റുന്ന സൂറയാണ് അലം നശ്റഹ് ലക സ്വദ്റക്. അലം നശ്റഹ് ലക സ്വദ്റക, നബിയെ തങ്ങളുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ചു തന്നില്ലയോ, അതിനെ തുറന്നു തന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അലം നശ്റഹ് ലക സ്വദ്റക് വവളഅന അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക് എന്ന ആ സൂറയാണ് ഓതേണ്ടത്. അതിന്റെ അർത്ഥം നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മളത് ഖുർആൻ ക്ലാസിന്റെ ഖുർആൻ ഹദീസ് പഠനവേദിയിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അലം നശ്റഹ് ലക സ്വദ്റക് എന്ന സൂറ ഓതുക. ആ സൂറയാണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് തരുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം നാം ഓതുന്നു അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ കഅബ ഷരീഫ് പൊളിക്കാൻ വേണ്ടി വന്ന ആനക്കലഹ സംഭവം, അതാണല്ലോ നമുക്ക് ആ പാഠം തരുന്നത്. ചെറിയ ചെറിയ വിത്തുകളെ കൊണ്ട് അവരെ പരാജയപ്പെടുത്തി അവരുടെ തലക്ക് മുകളിൽ എറിഞ്ഞിട്ട് അവരുടെ ദുബുറിലൂടെ പുറത്തേക്ക് വന്ന സംഭവം വിശദീകരിക്കുകയാണ്. അവിടെ ഈമാനികമായിട്ടുള്ള ഒരു ശക്തിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണ് ആ ആശയങ്ങളെ മനസ്സിൽ തുറന്നു വെക്കുമ്പോൾ. അങ്ങനെ ആദ്യമായിട്ട് അലം നശ്റഹ് എന്ന സൂറ, രണ്ടാമതായിട്ടോ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. പരിശുദ്ധരായ ഫുഖഹാ തന്റെ അവരുടെ കിതാബുകളിൽ ഇആനത്തു ത്വാലിബീൻ പോലുള്ള കിതാബുകളിലൊക്കെ വിശദീകരിക്കുന്നു. അർശസ് രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടി, ഒന്നും കൂടി വ്യക്തമാക്കിയാൽ മൂലക്കുരുവിന്റെ അസുഖം എന്ന് തന്നെ പറയട്ടെ, അത് പിടിപെടാതിരിക്കാൻ വേണ്ടി നിത്യമായിട്ട് സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്തിൽ ഈ 2 സൂറകൾ ഓതിയാൽ അതിന് ശമനം കിട്ടും, അത് പിടിപെടുകയില്ല. വളരെ വ്യക്തമാണ്, മുജറബാണ്. ഒന്ന് ചെയ്തു നോക്കൂ. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം ഫാത്തിഹ, ആദ്യം വജ്ജഹ്തു, പിന്നെ ഫാത്തിഹ, പിന്നെ അതിനുശേഷമാണ് അലം നശ്റഹ് ലക സ്വദ്റക എന്ന സൂറ. അതിനുശേഷം രണ്ടാമത്തെ റക്അത്തില് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഇത് രണ്ടും ഓതിക്കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം നാം അവിടെ ഇരിക്കുന്നു ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. വീട്ടിലാണെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഒരു പ്രാർത്ഥന. കാരണം എന്താണ്? ബാങ്ക് വിളിച്ചിട്ടുണ്ട്, ഇഖാമത്ത് വരാൻ പോവുകയാണ്, ഒരു പ്രഭാതത്തിന്റെ തുടക്കമാണ്. ആ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആക്ക് ഇജാബത്ത് കിട്ടും, ഉത്തരം കിട്ടും. അതുകൊണ്ട് ആ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യാം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനിനും മുഅ്മിനാത്തിനും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ആ ദുആ കഴിയുന്നു, ആ ദുആയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതിന്റെ ഉടനെയാണ് ഇഖാമത്ത് വിളിക്കപ്പെട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ടൈമിന്റെ വില നാം മനസ്സിലാക്കണം. അതാണല്ലോ അത്രക്കും പ്രധാനപ്പെട്ട ടൈമാണ്. പ്രഭാതം പൊട്ടി വളർന്നതിന് ശേഷം കിട്ടിയ ഒരു അമൂല്യമായ നിധിയാണ് ആ ടൈം. ആ സമയത്തിൽ ഇരുന്നു കൊണ്ട് ഈമാൻ സലാമത്താവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി, അല്ലാഹുമ്മ ഗഫിർ ലി വാലിദി, അല്ലാഹുമ്മ ഗഫിർ ലി സൗജതി വ ഔലാദി വ ബനാതി വ ഇഖ്വാനി വ അഖവാതി വ ലിമൻ ഔസാനാ ബിദ്ദുആ. ഇതൊക്കെ മലയാളത്തിൽ പറയാം. നമ്മുടെ മനസ്സിൽ ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ദോഷം പുറത്തു തരണേ റഹ്മാനെ, ഞങ്ങളുടെ ജീവിതം ഭാസ്വരമാക്കണേ റഹ്മാനെ, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹും സാലിഹത്തുമാക്കി തരണേ റഹ്മാനെ. അഭിമാനം കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ദീനീ സേവന രംഗത്ത് മുന്നോട്ട് പോവാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആയുരാരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. നരകത്തിൽ നിന്ന് ഞങ്ങളെ മുക്തരാക്കണേ റഹ്മാനെ എന്ന പ്രാർത്ഥനകളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് സഹോദരിമാരും സഹോദരന്മാർക്കും പള്ളിയിൽ വെച്ചിട്ട് ചെയ്യാം, സഹോദരന്മാർക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വെച്ചുകൊണ്ട് ഇഖാമത്ത് കൊടുത്തുകൊണ്ട് നിസ്കരിക്കുക. അപ്പോഴും പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം, എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? നമ്മുടെ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട്, മരുമക്കളെ വിളിച്ചു വരുത്തിയിട്ട്, എന്നിട്ട് അവരെയൊക്കെയും ഒരുമിച്ച് കൂട്ടിയിരുന്നിട്ട് നിസ്കരിക്കണം ജമാഅത്തായിട്ട്. അവിടെയാണ് നമുക്ക് വാശി വേണ്ടത്. ജമാഅത്തിന് വരാത്ത മരുമകളാണെങ്കിൽ ഒന്ന് പറയണം,
ഒന്ന് ഗൗരവം കാണിക്കണം. മറ്റുള്ള വിഷയങ്ങളിലല്ല ഗൗരവം കാണിക്കേണ്ടത്, ഈ വിഷയങ്ങളിൽ ഗൗരവം കാണിക്കണം. എന്നിട്ട് ജമാഅത്തായിട്ട് തുടർച്ചയായിട്ട് നിസ്കരിച്ചുകൊണ്ട് ശക്തി ഉണ്ടാക്കണം. അങ്ങനെ ഒരു വീട്ടില് അവിടെയുള്ള മരുമകളും മകളും ഉമ്മയും വല്യമ്മയും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ജമാഅത്ത് നിസ്കരിച്ചാൽ പിന്നെ അവിടെ കലഹമില്ല, പിന്നെ അവിടെ വിഭാഗീയതയില്ല, പിന്നെ അവിടെ കുശുമ്പ് വാശികളോ ഹസദോ ഒന്നുമില്ല, എല്ലാം പമ്പ കടക്കും. അതിനാദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഒരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ മറ്റേ പെട്ടിക്കൂട് വെച്ചിട്ട് അതിലേക്കുള്ള ശ്രദ്ധയാണെങ്കിൽ നമുക്ക് എവിടുന്ന് കിട്ടും സമാധാനം? സമാധാനം കിട്ടുകയില്ല. ഇങ്ങനെ നിസ്കരിക്കുന്നു എങ്കിൽ ദൂരെയാണ്, പള്ളിയിലേക്ക് പോവാൻ കഴിയില്ലെങ്കിൽ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം, ജമാഅത്തായിട്ട് നിസ്കരിക്കാം. വീട്ടിൽ ബർക്കത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും, ഐശ്വര്യം ഇറങ്ങിക്കൊണ്ടിരിക്കും. ആരുടെയും ഒരു കുറ്റമോ കുറവോ പറയാനുള്ള മനസ്സ് വരികയില്ല. ഇങ്ങനെ ശക്തിയാർജിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യപ്പെടുത്താൻ നമുക്ക് ഇത്തരം ദുആകളും ഇത്തരം ശീലങ്ങളും കൊണ്ടുവന്നാൽ കഴിയും. അതിന് നമ്മൾ സജ്ജരാകുക. പ്രത്യേകിച്ച് സഹോദരിമാർക്കാണ് ഇതിൽ ബോധം വേണ്ടത്. വീട്ടിന്റെ സുബഹയുടെ ജമാഅത്ത് നിസ്കരിക്കാൻ ഇന്നു മുതൽ തുടങ്ങൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ തമീസായ ഒരു കുട്ടിയാണെങ്കിലും ഒപ്പം നിർത്തിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കൂ. ആ ജമാഅത്തിന്റെ പുണ്യത്തിന്റെ കാര്യം മനസ്സിൽ കൊണ്ടു നടക്കൂ. മറ്റുള്ള മദ്ഹബിൽ അത് വുജൂബാണ്, നമുക്ക് സുന്നത്ത് മുഅക്കദാണെന്ന് പറഞ്ഞാലും വുജൂബിന്റെ സ്ഥാനത്താണ്. അപ്പോൾ ജമാഅത്തായിട്ട് മുറ പോലെ നിസ്കരിക്കുക. അത് കഴിഞ്ഞ് ഖളാ ആവാതെ നമ്മുടെ വീടുകളിൽ വെച്ചിട്ട് നിസ്കാരം നിലനിർത്തുക. എന്നാൽ പിന്നെ കേൾക്കുന്ന പെട്ടിക്കട വെച്ചോടത്തേക്കൊക്കെ എഴുത്തും കുത്തുള്ളടത്തേക്കൊക്കെ ഓടിപ്പോവേണ്ടെന്ന ആവശ്യമില്ല. നമുക്ക് തന്നെ ഈമാനികമായി ശക്തിയാർജിക്കാൻ കഴിയും. നമുക്ക് തന്നെ നമ്മൾക്ക് വരുന്ന മറ്റുള്ള മോശമായ അസൂയാലുക്കളുടെ ഷർറിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും ഒക്കെയും രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അദ്കാറുകളെ മുറ പോലെ ചെയ്തുകൊണ്ട് ജീവിതം ധന്യപ്പെടുത്തി മുന്നോട്ട് പോവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ പ്രതിപാദിക്കാം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഖൈറിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.